ഇവരുടെ പേരിൽ എല്ലാവരും കേസുണ്ട്. ആ കേസ് ഞങ്ങൾക്കല്ല, അവിടുത്തെ കോളനിയിലെ കേസ്. സുഹൃത്തുക്കളെ നമസ്കാരം. അത് നട്ടുച്ച കേട്ടോ, 2:30 മണി ആവണം, 2:15. അപ്പോഴേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നാളെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഓരോ തിരുവനന്തപുരം ആ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ഉള്ള പോളിങ് ഭയങ്കര ശക്തമായി കൊണ്ടിരിക്കുകയാണ്. എന്താവും വിധി എന്ന് നമുക്ക് അവിടുത്തെ പ്രവചിക്കാൻ കഴിയില്ല, ഇവിടുത്തെ പ്രവചിക്കാൻ കഴിയില്ല. ഒക്കെ ഊഹാപോഹങ്ങളായിരിക്കും അധികം. അപ്പോൾ നട്ടുച്ചയ്ക്ക് ആളുകളൊക്കെ ഈ തലയിൽ പകുതി ചിലവർ തുണി മറച്ചിട്ട് പോകുന്നുണ്ട്, തുണി ഇടാതെ പോകുന്നുണ്ട്, വെയിൽ കൊണ്ടുപോകുന്നവരുണ്ട്, നല്ല എന്താ പറയുക അന്തരീക്ഷം ആസ്വദിച്ച് പോകുന്നവരുണ്ട്. എങ്ങനെയൊക്കെ ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ ആസ്വദിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ രീതിയിൽ മാറ്റങ്ങൾ വരട്ടെ. നല്ല മാറ്റങ്ങൾ വരുമ്പോഴാണ് നല്ല ചിന്തകൾ ഉണ്ടാവുക. നല്ല ചിന്തകളില്ലെങ്കിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല, അവിടെ അങ്ങനെ കെട്ടിക്കിടക്കുന്നു മാത്രം. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ പരമാവധി നിങ്ങൾ ശ്രദ്ധിച്ച് ഓടിക്കുക. ഒന്നാമത് ഇപ്പോൾ ഇലക്ഷൻ സമയമാണ്. ഒന്നാമത്തെ കാര്യം പറയുന്നത് എന്താ പറയുക, വാശി വൈരാഗ്യം കൊണ്ട് നടക്കണവരായിരിക്കും അധികം. അപ്പോൾ പരമാവധി നിങ്ങൾ ഈ ശത്രുതയും വൈരാഗ്യമൊന്നും മനസ്സിൽ വെക്കാതെ, നമുക്കിപ്പോൾ നാളെയും എപ്പോഴും എല്ലാവരെയും മുഖത്ത് നോക്കിയിട്ട് നമ്മൾ ചിരിക്കണം. എത്ര വലിയ ശത്രുത, കൂടുതലും ശത്രുത ആയിട്ടാണ് നടക്കുന്നത്. അത് ഞാനും നിങ്ങളും. അപ്പോൾ ഞാൻ മാത്രം നല്ലവനായിട്ട് നിങ്ങളങ്ങനെ മോശമാക്കുകയല്ല. അപ്പോൾ ഇപ്പോൾ എവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോയാലും അവിടെ ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവും, ദേഷ്യമില്ലാത്തവരുണ്ടാവും, ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ രണ്ട് രീതിയിലാണ്. എന്തോ നമുക്കത് മാറ്റം വരുത്താനൊന്നും കഴിയില്ല. കാരണം എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെടാത്തവർ മാറിപ്പോവുക, അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ ഈ ഇലക്ഷനിന് മൊത്തത്തിൽ നമ്മുടെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഓരോ പാർട്ടിയുടെ വിജയം എന്നാണിപ്പോൾ ആലോചിക്കുന്നത്. ഇവരിപ്പോൾ ഏതൊരു പാർട്ടിയാണെങ്കിലും, ഇനിയിപ്പോൾ LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഇവർ എങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ ഇവർ എന്തായിരിക്കും ജനങ്ങളോട് ചെയ്യുന്ന ഒരു പ്രതിബദ്ധത. നിങ്ങളുടെ പൈസ വാങ്ങണം, അതിന് ഇരട്ടിക്ക് പൈസ കൂട്ടി വാങ്ങണമെന്നല്ലാതെ എന്തെങ്കിലും ഒരു മാനുഷിക പരിഗണന. 15 കൊല്ലം ഈ ഭരണകർത്താവിൽ നിന്ന് ഞാൻ നിന്ന ആളാ. എനിക്ക് പോലും ഇത് കിട്ടാതെ നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അവരുടെ പേരിലേ ഇവരുടെ പേരിൽ ഹൈക്കോടതിയുടെ പേരിൽ മുഴുവൻ ഒരു വിനീതമായ അപേക്ഷയും അഭ്യർത്ഥനയും നിങ്ങൾക്കുണ്ട് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ മണ്ണാർക്കാട് മുനിസിപ്പൽ കോളനിയിലെ ഇവരുടെ പേരിൽ എല്ലാവരും കേസുണ്ട്. ആ കേസ് ഞങ്ങൾക്കല്ല, അവിടുത്തെ കോളനിയിലെ കേസാണ്. ഈ കേസ് മറച്ചു വെച്ചുകൊണ്ടാണ് 1-ാം വാർഡിലെ നേതാവും 8-ാം വാർഡിൽ ഇവിടുന്ന് വടക്കൻ വീരഗാഥയിലെ വീരഗാഥകനായ ഒരാൾ മത്സരിക്കുന്നത്. അവരെ വോട്ടുകൾ, നിങ്ങളുടെ വോട്ടുകളിൽ കൂടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ രോദനമാണ്. അത് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വോട്ടിൽ കൂടി അവരെ പരാജയപ്പെടുത്തി ഈ കാരാശി മണ്ണിൽ നിന്ന് ഈ കാരാശി വെളിയിലെ ആൾക്കാരെ കെട്ടിക്കുന്നതിന് നിങ്ങളുടെ വോട്ട് വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ അല്ലാത്ത ആൾക്കാരെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് വിനയത്തിയ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നലെ മാഷ് പറഞ്ഞ് വളരെ കട്ട മാഷില്ല. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ജനവിധി കൊടുക്കാൻ നാടയുടെ പൊൻപിടലുകളിൽ സാധാരണക്കാരന്റെ ജീവിത സ്വപ്നങ്ങൾക്ക് നിറം പകരും
വെയിലൊക്കെ മാറി, വെയിലൊക്കെ ഏകദേശം താഴ്ന്നു, സൂര്യനെ ചൂട് കുറച്ച് കമ്മിയാക്കി. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കൊട്ടിക്കലാശമാണ്. കൊട്ടിക്കലാശം എന്ന് പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇലക്ഷൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ നാട് വിജയും ക്ഷേമ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കണം. നമ്മുടെ നാട് കിഴക്കാത്ത കുതിപ്പിലൂടെ മുന്നോട്ട് കുതിക്കണം. നമ്മുടെ നാടിന്റെ നന്മയും അപ്പോൾ ഇവിടെ കൂടുതലും പിന്നെ UDF-ൻ്റെ ആണ്, LDF-ൻ്റെ അധികം ആളുകളില്ല. അപ്പോൾ ഇനി കുറച്ച് സമയം 5 മണി വരെ ഭയങ്കര പ്രശ്നമാവും. പ്രശ്നമല്ല കേട്ടോ, ഭയങ്കര കോളിലൊക്കെ ആവും. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് നഗരം ഭയങ്കര ബ്ലോക്കിലായിരിക്കും. അതേപോലെ തന്നെ ഭയങ്കര ആവേശഭരിതനായിരിക്കും. അപ്പോൾ അക്രമത്തിൽ ചെന്ന് ആരും കലാശിക്കരുത്. നമ്മളൊക്കെ പുതിയ പ്രതീക്ഷകളുമായിട്ട് ഓരോ ദിവസവും തള്ളി നീക്കണവരാണ്. അപ്പോൾ പുതിയ പ്രതീക്ഷകളൊന്നും അസ്തമിപ്പിക്കാനുള്ളൊരു ഇട വരുത്താതെ നമുക്ക് പുതിയ ഒരു രാഷ്ട്രീയത്തെ, പുതിയൊരു നാടിനെ, ആ നാട് പിന്നെ ഇത്രയും കാലം ഈ നാട്, നമ്മുടെ നാട് ഭയങ്കര ക്ലേശത്തിലായിരുന്നു, എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ നമുക്ക് ആ നാടിനെ ഇനിയുള്ള വോട്ട് ചെയ്തിട്ട് നല്ല ഒരു രാഷ്ട്രീയത്തിൻ്റെ മുഖംമൂടി അണിയാത്ത ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഓരോ അധികാരികളും പുതിയ തലമുറയിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മുടെ ആഗ്രഹം മാത്രം കൊണ്ട് കാര്യമില്ല, അത് സാധിപ്പിച്ച് തരാനുള്ളൊരു ആവശ്യം കൂടിയും ആവേശം കൂടിയും ഈ പിന്നെ ഈ രാഷ്ട്രീയത്തിൽ കാണിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ കലാശക്കൊട്ട് ആവശ്യമുള്ള അപ്പോൾ പണ്ടാരം നാവിലൊന്നും വരില്ല, ഇല്ലെങ്കിലൊക്കെ അനാവശ്യമേ വരുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ രാഷ്ട്രീയത്തിലെ ഓരോ ആൾക്കാരും. അപ്പോൾ നമുക്ക് ഈ കലാശക്കൊട്ടിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ കാണാം. അതിനു മുന്നേ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ റോഡിൻ്റെ കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ നല്ലതെന്ന് തോന്നുന്നത്. കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെയൊക്കെ നിരവധി ആളുകൾ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് നമുക്കത് കാണാം എന്തായാലും. അപ്പോൾ നമ്മുടെ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും അത് നെല്ലിപ്പുഴയിൽ നിന്നാണ് തുടങ്ങുക. അപ്പോൾ ഇതിപ്പോൾ ഓരോ വാർഡ് സംബന്ധിച്ചിട്ടാണ്. അപ്പോഴേ രാവിലെ എന്ന് പറഞ്ഞു, ഉച്ചയ്ക്ക് വന്നപ്പോൾ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം ചെറിയൊരു തണുപ്പ്. പക്ഷേ നിങ്ങൾ അവിടെ കണ്ടില്ലേ, എന്താലേ ഒരു ഉപഭോക്താവ് ഒരു സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷട്ടർ താത്തിയിട്ട് കോലാഹലം ഉണ്ടാക്കുക, അവിടെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ജനങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തായാലും കോടികൾ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്തായാലും ഈ 2-3 ദിവസം കൊണ്ട്. കാരണം ഇവിടെ മണ്ണാർക്കാട് 3-4 ദിവസത്തിൽ ഏകദേശം 4 ലോഡാണ് വന്നത്. അപ്പോൾ എത്രത്തോളം പൈസ കിട്ടിയിട്ടുണ്ടാവില്ലേ? അത് മാത്രമല്ലേ, ഒരാൾ ഏകദേശം എന്തൊക്കെയാണ് 4, 5 ചിലപ്പോൾ 8 അരയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. 8 എണ്ണം.
എന്നിട്ട് 4 ദിവസം ലീവ് കൊടുത്തിട്ട് എന്താണ് കാര്യം? ഒരു പ്രയോജനമില്ല കൊണ്ട്. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയായി പോയി. അത്രയും ദൂരം അത്രയും നേരം അവിടെ നിന്നിട്ട് അവിടെ പെട്ടെന്ന് തന്നെ ഈ ഷട്ടർ താത്തിയപ്പോൾ വല്ലാത്തൊരു മനോവേദന. എന്തായാലും ഈ പിണറായി സർക്കാർ നല്ല രീതിയിൽ മരിക്കില്ല, അവരെ കുടുംബം ഒരിക്കലും മരിക്കില്ല. അവരൊക്കെ വളരെ ബുദ്ധിമുട്ടോടു കൂടി മാത്രം മരിക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ എൻ്റേതായ പ്രാർത്ഥന ഞാൻ പറയാണ്. എന്താ അങ്ങനെ? അപ്പോൾ ഇന്നത്തെ കൊട്ടിക്കലാശം കഴിഞ്ഞു. എല്ലാ കലാശവും കഴിഞ്ഞു. ആളുകളൊക്കെ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പറയാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് എന്താണ്, അവിടെ പിന്നെ വോട്ട്, അതായത് LDFന് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ അവിടെ BJPക്ക് പോവുകയാണെന്ന് അവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ പല പ്രശ്നങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ നമുക്കിപ്പോൾ ഈ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാനുള്ള ഒരു ഇതില്ല. എത്ര ഇടപെട്ടിട്ടും പെടാതിരുന്നിട്ടും നമുക്ക് ഒരു പ്രയോജനമില്ല. അപ്പോൾ ഇതിൽ പിന്നെ രാഷ്ട്രീയത്തിൻ്റെതായ രീതിയിൽ പറയുമ്പോൾ നമുക്ക് നാളെയും വേണം, നമുക്ക് എല്ലാവരും എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കാറ് നിർത്തിയത് നോ പാർക്കിങ്ങിൻ്റെ ആ സൈഡിലാണ്. അപ്പോൾ ഈ ഡ്രൈവിംഗ് അറിയാത്തവരുടെ പ്രത്യേകത ഇതാണ്. അത് മാത്രമല്ല ഇവർ ഹെഡ്ലൈറ്റ് അല്ല, പാർക്ക് ലൈറ്റും കൂടി ഓഫാക്കിയിട്ടില്ല. നമ്മളിനി ഒന്നും പറയാൻ പോകുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് തല്ല് കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നാളെ എല്ലാവരും കണ്ട് സംസാരിച്ച് ചിരിച്ച് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. അതിൽ നമ്മൾ രാഷ്ട്രീയം ഒരിക്കലും കലർത്താൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് ഒറ്റ മുഖമുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം. അത് ഒരാളെ കൊന്നിട്ടായാലും ഒരാളെ പിന്നെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും രാഷ്ട്രീയത്തിന് ഒറ്റ വികൃതമായ മുഖം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും മറ്റുള്ള വിദേശത്തൊന്നും ഇതേമാതിരി നടക്കാറില്ല. ഉണ്ടെങ്കിൽ പോലും അവിടെ ജനങ്ങൾ ഒത്തൊരുമയോട് കൂടിയിട്ട് അവർ പിന്നെ എന്താ പറയുക, അതിൻ്റേതായ രീതിയിൽ അത് മാറ്റപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ പാലക്കാട് ഇനിയിപ്പോൾ 7 സംസ്ഥാനങ്ങളിലും കൂടി 7 ജില്ലകളിലും കൂടി ഇനിയിപ്പോൾ വോട്ട് നാളെ തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റേതായൊരു എന്താ പറയുക ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നാട്ടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കോലാഹലത്തിൽപ്പെട്ട് നമ്മൾ എന്താ പറയുക, കോലാഹലം എന്ന് പറയുമ്പോൾ ഈ എന്താ അപകടകരമായിട്ടുള്ള സംസാരങ്ങൾ പ്രത്യേകിച്ച് ഈ റോഡിലാണ് അധികം കാണാറ്. കാരണം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആരെയും മനസ്സിലാക്കാനുള്ളൊരു താല്പര്യമില്ല. ആരെയും അവനവൻ്റെ ദുർനടത്തമായിട്ടുള്ള രീതിയിലാണ് അവർ അതിനെ കാണാറ്. അപ്പോൾ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയം കലർത്തുക എന്ന് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഇനി നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ വോട്ട് കഴിഞ്ഞാൽ ആര് ജയിക്കും, ആര് ജയിച്ചാലും ഈ ജയിക്കുന്ന പാർട്ടി എന്ത് ചെയ്യും? കാരണം നമുക്കിപ്പോൾ ഏതൊരു പാർട്ടിക്കും വിജയമാണ് വേണ്ടത്. അത് അവർ ആദ്യം എന്ത് ചെയ്തു, ആദ്യം എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ പിന്നീട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ ഈ LDF വന്നാലും അല്ലെങ്കിൽ UDF വന്നാലും BJP വന്നാലും ഇതിൽ ശരിക്കും നഷ്ടം ജനങ്ങൾക്ക് തന്നെയാണ്. യാതൊരു വിട്ടുവീഴ്ചയില്ല. LDF തോറ്റു കഴിഞ്ഞാൽ ചിലപ്പോൾ BJP വരും. അപ്പോൾ UDFന് കുറച്ച് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അവർക്ക് അപ്പോഴും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ LDFും BJPയും തോറ്റു UDF വന്നു കരുതുക, കോൺഗ്രസ് വന്നാൽ അവർക്കും ഇതേപോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നല്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഈ ഒപ്പിടൽ കാരണം നമ്മുടെ കേരളത്തിന് കിട്ടേണ്ട പൈസ, ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, അതൊക്കെ സ്റ്റോപ്പാവും. അപ്പോൾ ഇവർ ഉദ്ദേശിച്ചത് ശരിക്കും അതാണ്. നമ്മുടെ LDF സർക്കാർ ശരിക്കും ഉദ്ദേശിച്ചത് അതാണ്. കാരണം കേരളത്തിന് എങ്ങനെയെങ്കിലും കടക്കണി, ഇപ്പോൾ എത്ര 1000 കോടി രൂപ
1000 കോടി ലക്ഷം രൂപ കടമുണ്ട് എന്നാണ്. ഇനിയിപ്പോൾ അതിന് മേലുണ്ടോ എന്നറിയില്ല. എന്തായാലും 1000-ന് മുകളിൽ പോകും. കാരണം ഓരോ വിദേശയാത്രയാണ് നമ്മുടെ പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. അതിൽ കുട്ടികളും കുടുംബവും കൊച്ചുമക്കളും ഡ്രൈവറും പേരക്കുട്ടികളും ഇനി വീട്ടിലത്തെ പൂച്ചയും പട്ടി നായി എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കോടികൾ ഉണ്ടാക്കാനാണ്, മൂപ്പർക്ക് ഉണ്ടാക്കാനാണ് പോയിരുന്നത്. അപ്പോൾ മകളെയും മരുമകനെയും കൂടിയും സേഫാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളും പൈസയും ഒക്കെ അവിടെ സ്റ്റില്ലായി പോവും. അപ്പോൾ നമുക്ക് ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പല രീതിയിലും വരും. അതൊക്കെ നമ്മുടെ പിണറായിക്ക് അറിയാം. അത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടും പറയാതിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അതൊക്കെ അവർ മുൻകൂട്ടി ചെയ്ത കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് ഈ വോട്ട് കഴിയട്ടെ. വോട്ട് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കാം. അപ്പോൾ കോൺഗ്രസ്സുകാർ വലിയ വായിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അവരെ പറച്ചിൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കിപ്പോൾ ശരിക്കും പ്രവചിക്കാൻ കഴിയില്ല. എങ്ങനെയായിരുന്നാലും എല്ലാവരും വിജയിക്കട്ടെ. എല്ലാവരും അല്ല, നല്ല ആളുകൾക്ക്, ജനങ്ങൾക്ക്, നാടിന് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരും എന്ന് സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടാവും വിളിച്ച് പറയണത്. ഞങ്ങൾ അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും, മറ്റേ കൊണ്ടുവരും, മറിച്ച് കൊണ്ടുവരും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എന്താണ് ഇപ്പോൾ കണ്ടതെന്ന്. അപ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ നല്ലത് കൊണ്ടുവരണം. വേണ്ടാത്തത് ആയിക്കഴിഞ്ഞാൽ, അപ്പോൾ ഈ സർക്കാരിനെ പോലെ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ജനങ്ങൾ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും പെരുമാറുക. എന്തോ നമുക്ക് കാത്തിരുന്ന് കാണാം. അത്രയല്ലേ ഇപ്പോൾ നമുക്കും പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം നല്ല ഇരുട്ടായിട്ടോ. എന്ത് ഇരുട്ടായിട്ടിരുന്ന കാര്യം. ഇനി നമ്മുടെ കേരളത്തിനെ ഇരുട്ടിലേക്ക് തള്ളി വിടരുത് എന്ന് ഒറ്റ പ്രാർത്ഥനയുള്ളൂ. പ്രകടനങ്ങളും ഇതൊക്കെ എല്ലാ സമയത്തും നടക്കുന്നത്. അതിപ്പോൾ ജയിച്ചാലും പ്രകടനം, മരിച്ചാലും പ്രകടനം, മരിച്ചിട്ടില്ലെങ്കിൽ മരിക്കാൻ വേണ്ടി പ്രകടനം, അങ്ങനെ പ്രകടനം